നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. മാള കുരുവിലശ്ശേരിയിൽ മധ്യവയസ്കനെ മർദ്ദിച്ച പ്രതി പോലീസ് പിടിയിൽ. കോട്ടമുറിയിൽ തമിഴ്നാട് സ്വദേശിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. ചാലക്കുടി കാനനപാതയിൽ വീണ്ടും ഒറ്റയാന്റെ പരാക്രമണം. ഷൂട്ടിംഗ് സംഘത്തിന്റെ കാറിന് നേരെയാണ് കാട്ടാനാക്രമണം നടന്നത്. ആചാരക്കതിനകൾ മുഴങ്ങി ശ്രീ കുരുമ്പക്കാവ് ഇനി താലപ്പൊലിയുടെ നിറവിൽ. 1001 ആചാരക്കതിനകൾ മുഴങ്ങിയതോടെ 4 ദിവസത്തെ താലപ്പൊലി ഉത്സവത്തിന് തുടക്കമായി. വാർത്തകൾ വിശദമായി. മാള കുരുവിലശ്ശേരിയിൽ മധ്യവയസ്കനെ തലക്കടിച്ചു കൊന്നു. കുരുവിലശ്ശേരിയിൽ ചക്കാട്ടി 54 വയസ്സുള്ള തോമസ് ആണ് കൊല്ലപ്പെട്ടത്. കുരുവിലശ്ശേരി വാടാശ്ശേരി വീട്ടിൽ പ്രമോദാണ് തോമസിനെ പലക കൊണ്ടടിച്ച് കൊലപ്പെടുത്തിയത്. തിങ്കളാഴ്ച വൈകിട്ട് 5:30 സംഭവം. മരപ്പലകയും കോൺക്രീറ്റ് കഷ്ണവും ഉപയോഗിച്ചായിരുന്നു ആക്രമണം. തോമസിന്റെ 2 കാലും 1 കൈയും തല്ലിയൊടിച്ചു. തലയിലും സാരമായി പരിക്കേൽപ്പിച്ചു. ക്രൂരമർദ്ദനത്തിനിരയായ തോമസ് സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിക്കുകയായിരുന്നു. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. പ്രമോദും തോമസും വർഷങ്ങളായി ശത്രുതയിലായിരുന്നുവെന്നും മുമ്പും ഇവർ തമ്മിൽ അടിപിടി നടന്നിട്ടുണ്ടെന്നും നാട്ടുകാർ പറയുന്നു. സംഭവശേഷം രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ വലിയപറമ്പ് ജംഗ്ഷനിൽ നിന്നും മാള പോലീസ് പിടികൂടി. കാപ്പ ചുമത്തി നാടുകടത്തിയ പ്രമോദ് 2 മാസം മുൻപാണ് മടങ്ങിയെത്തിയത്. മാള കോട്ടമുറിയിൽ മധ്യവയസ്കനെ മരിച്ച നിലയിൽ കണ്ടെത്തി. തമിഴ്നാട് തെങ്കാശി സ്വദേശി 64 വയസ്സുള്ള വെള്ളദുരൈ എന്നയാളെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തിങ്കളാഴ്ച പുലർച്ചെ അടുത്ത റൂമിൽ താമസിക്കുന്ന ആളാണ് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന വെള്ളദുരയെ താഴെ കിടക്കുന്ന രീതിയിൽ കണ്ടത്. തുടർന്ന് ഇയാൾ വിവരം അറിയിച്ചതിനെ തുടർന്ന് കുഴൂരിൽ താമസിക്കുന്ന വെള്ളദുരയുടെ മകൾ മഹാലക്ഷ്മിയും ഭർത്താവും സ്ഥലത്തെത്തിയെങ്കിലും ഇയാൾ മരിച്ചിരുന്നു. മാള പോലീസിൽ വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. കഴിഞ്ഞ 20 വർഷമായി മാള കോട്ടമുറിയിൽ ആക്രിക്കടയിലെ ജീവനക്കാരനായ വെള്ളദുരൈ ഒറ്റയ്ക്കാണ് താമസിച്ചിരുന്നത്. കുഴൂരിൽ താമസിക്കുന്ന മക്കൾ ആക്രി തൊഴിലാളികളാണ്. ചാലക്കുടി കാനനപാതയിൽ വീണ്ടും ഒറ്റയാന്റെ പരാക്രമണം. ഷൂട്ടിംഗ് സംഘത്തിന്റെ കാറിന് നേരെയാണ് കാട്ടാന ഓടിയെടുത്തത്. കണ്ണങ്കുഴി ക്ഷേത്രത്തിന് സമീപം ചൊവ്വാഴ്ച പകൽ 6 മണിയോടെയായിരുന്നു സംഭവം. കാറിന്റെ ഒരു ഭാഗം കൊമ്പുകൊണ്ട് കുത്തിപ്പൊക്കിയ ആന പിന്നീട് താഴെയിടുകയും ചെയ്തു. അതിരപ്പള്ളിയിലെ ഷൂട്ടിംഗ് സെറ്റിലേക്ക് പോകുന്നതിനിടെ അപ്രതീക്ഷിതമായി റോഡിലേക്ക് ഓടിക്കയറിയ ആന വാഹനത്തിന് നേരെ തിരിയുകയായിരുന്നു. വനം വകുപ്പ് ഉദ്യോഗസ്ഥരെത്തിയാണ് ആനയെ ഓടിച്ചുവിട്ടത്. ആചാരക്കതിനകൾ മുഴങ്ങി. ശ്രീ കുരുമ്പക്കാവ് ഇനി താലപ്പൊലിയുടെ നിറവിൽ. 1001 ആചാരക്കതിനകൾ മുഴങ്ങിയതോടെ 4 ദിവസത്തെ താലപ്പൊലി ഉത്സവത്തിന് തുടക്കമായി. മകരസംക്രമ സന്ധ്യയിൽ ശ്രീകോവിലിൽ നിന്ന് പകർന്നു നൽകിയ അഗ്നി ഉപയോഗിച്ച് പരമ്പരാഗത അവകാശികൾ തെക്കേ നടയിലൊരുക്കിയ കതിനയ്ക്ക് തിരികൊളുത്തി. ഇനിയുള്ള 4 രാവും പകലും ആചാരാനുഷ്ഠാനങ്ങൾ പെയ്തിറങ്ങുന്ന ശ്രീ കുരുമ്പക്കാവ് വിവിധ ദേശങ്ങളിൽ നിന്ന് ഒഴുകിയെത്തുന്ന ഭക്തരുടെയും ഗജവീരന്മാരുടെയും മേളപ്രമാണികരുടെയും ഉത്സവപ്രേമികളുടെയും പിടിയിലമരും. ക്ഷേത്രത്തിൽ 2 ദിവസമായി നടന്നുവരുന്ന ചാത്തിരി നമ്പൂതിരിമാരുടെ സംഘക്കളി, അത്താഴപൂജയ്ക്ക് ശേഷം വടക്കേ നട തുറക്കൽ, ഒറ്റപ്പണം സമർപ്പണം, പുതുപ്പണം കൊടുക്കൽ എന്നീ ചടങ്ങുകളോടെ നടന്നു. 1-ാം താലപ്പൊലി ദിവസമായ ചൊവ്വാഴ്ച സൂര്യോദയത്തിനു മുമ്പേ ക്ഷേത്രസങ്കേതത്തിൽ പരമ്പരാഗതമായ പൂജകളും ചടങ്ങുകളും ആരംഭിച്ചു. കുടുംബി സമുദായക്കാരുടെ സവാസിനി പൂജയും ആടിനെ നടതളലും മലയരയരുടെ പ്രത്യേക പൂജകളും ഇതോടൊപ്പം നടന്നു. 1-1000 യോഗത്തിന്റെ മലയാള മാസം 1-ാം തീയതികളിൽ നടന്നുവരുന്ന നിഴലിരിപ്പും ഉച്ചയ്ക്ക് 1-ഓടെ താലപ്പൊലിയുടെ ഏറ്റവും ആകർഷകമായ എഴുന്നള്ളിപ്പും നടന്നു. 3-ാം താലപ്പൊലി നാളിലെ രാത്രി എഴുന്നള്ളിപ്പ് 18:30 കോവിലകത്തു നിന്നാണ് നടക്കുക. മറ്റു ദിവസങ്ങളിൽ രാത്രിയും പകലും കുരുമ്പമ്മയുടെ നടയിൽ നിന്നുമാണ്. 1-ാം താലപ്പൊലിയുടെ മുഴുവൻ ചെലവുകളും വഹിക്കുന്നത് 1-1000 യോഗക്കാരാണ്. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. ആനാപ്പുഴ ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും നൂറ്റാണ്ടുകളായി നടത്തിവരുന്ന 5-ാം താലപ്പൊലിക്കായുള്ള അനുവാദം വലിയ തമ്പുരാൻ നൽകി. ആനാപ്പുഴയിലെ ധീവര സമൂഹം ആചരിച്ച് നടത്തിവരുന്ന 5-ാം താലപ്പൊലി ഈ വർഷവും വാദ്യമേളങ്ങളുടെയും താലത്തിൻ്റെയും അകമ്പടിയോടുകൂടി പൂർവികമായ ആചാരാനുഷ്ഠാനങ്ങളോടുകൂടിയുള്ള വട്ടിവിത്ത് സമർപ്പണം ഭംഗിയായി നടത്തുന്നതിനായി ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രം പ്രസിഡന്റ് PB മുരളി മോഹൻ, സെക്രട്ടറി PK വത്സൻ, KS സുനിൽകുമാർ, UT പ്രേംനാഥ് എന്നിവർ കൊടുങ്ങല്ലൂർ വലിയ തമ്പുരാൻ കുഞ്ഞുണ്ണി രാജയുടെ അനുവാദം വാങ്ങി.
വലിയ തമ്പുരാന് കാണിക്കയും വസ്ത്രവും സമർപ്പിച്ചു. രാജപ്രതിനിധി സുരേന്ദ്രവർമ്മ രാജ സന്നിഹിതനായിരുന്നു. വളരെ വർഷങ്ങളായിട്ട് നമ്മുടെ കൊടുങ്ങല്ലൂരമ്മയുടെ താലപ്പൊലി കഴിയുന്ന പിറ്റേ ദിവസം ആ ഭഗവതിയിൽ നിന്നും അവിടുത്തെ ഭക്തജനങ്ങളെല്ലാവരും കൂടി ചേർന്ന് കൊടുങ്ങല്ലൂരമ്മയ്ക്ക് ഒരു സമർപ്പണം എന്നുള്ള രീതിയിൽ നടത്തി വന്നിരുന്നു. ശ്രീനാരായണപുരം പള്ളിനടയിൽ സ്റ്റുഡിയോയിൽ മോഷണം. ക്യാമറ കവർന്നു. ശാന്തിപുരം സ്വദേശി പരിപ്പുകുലത്തിങ്കൽ ഷിഹാദിന്റെ ഉടമസ്ഥതയിലുള്ള ദിയ സ്റ്റുഡിയോയിലാണ് മോഷണം നടന്നത്. ഷട്ടറിന്റെ പൂട്ടറുത്തുമാറ്റി കടയ്ക്കുള്ളിലെ ചില്ല് ഗ്ലാസ് തകർത്താണ് മോഷ്ടാവ് അകത്ത് കടന്നിട്ടുള്ളത്. കടയ്ക്കുള്ളിൽ സൂക്ഷിച്ചിരുന്ന 20,000 രൂപ വില വരുന്ന ക്യാമറയാണ് കവർന്നത്. മോഷ്ടാവിന്റെ ദൃശ്യം CCTV ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. മതിലകം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. പറവൂർ ഗോതുരുത്ത് കടൽവാതുരുത്ത് മുസ്ലിം സർഗവേദിയുടെ ആഭിമുഖ്യത്തിൽ സാംസ്കാരിക സായാഹ്നം സംഘടിപ്പിച്ചു. കടൽവാതുരുത്ത് മിസ്റ്റ് ഗ്രൗണ്ടിൽ നടന്ന സാംസ്കാരിക സായാഹ്നം കാഥികൻ വിനോദ് കൈതാരം ഉദ്ഘാടനം ചെയ്തു. ഷിപ്പി സെബാസ്റ്റ്യൻ അധ്യക്ഷയായി. സെക്രട്ടറി NP ലാലൻ, കൺവീനർ MO അജി, വിമലാഭവൻ മദർ സുപ്പീരിയർ KB ബാബു, MJ ഷിബു, OK രമേശൻ, NG സെബു എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ മുറ്റത്തെ പുൽക്കൂട് മത്സരത്തിൽ വിജയികളായവർക്ക് സമ്മാന വിതരണം നടത്തി. ഡോക്ടർ ആരോൺ, അഡ്വക്കേറ്റ് വാൻഡമിൻ റോക്സ്, അഭിലാഷ് കോണത്ത്, ജോണി, ടൈറ്റസ് പൈനാടത്ത്, ജിബിൻ ജോർജ് മട്ടക്കൽ, സാൻഡ്രിയ മാൻഡിൻ, സബാനിയ മാൻഡിൻ, VP പ്രദീപ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. തുടർന്ന് കലാപരിപാടികൾ നടന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. മാള കുരുവിലശ്ശേരിയിൽ മധ്യവയസ്കനെ മർദ്ദിച്ച പ്രതി പോലീസ് പിടിയിൽ. കോട്ടമുറിയിൽ തമിഴ്നാട് സ്വദേശിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. ചാലക്കുടി കാനനപാതയിൽ വീണ്ടും ഒറ്റയാന്റെ പരാക്രമണം. ഷൂട്ടിംഗ് സംഘത്തിന്റെ കാറിന് നേരെയാണ് കാട്ടാനാക്രമണം നടന്നത്. ആചാരക്കതിനകൾ മുഴങ്ങി ശ്രീ കുരുമ്പക്കാവ് ഇനി താലപ്പൊലിയുടെ നിറവിൽ. 1001 ആചാരക്കതിനകൾ മുഴങ്ങിയതോടെ 4 ദിവസത്തെ താലപ്പൊലി ഉത്സവത്തിന് തുടക്കമായി. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.